സോഷ്യൽ ഓർഗനൈസേഷൻ. സോഷ്യോ ബയോളജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചും സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ്. അപ്പോൾ എന്താ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അനിമൽസ് ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ലൈഫ് എന്ന് പറയുക. കാരണം പ്രിമിറ്റീവ് അനിമൽസ് ഒക്കെ മിക്കവാറും സോളിറ്ററി ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. സോളിറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ലൈഫ്. പക്ഷേ എന്നിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് മെയ്റ്റിങ്ങിനും റീപ്രൊഡക്ഷനും ഒക്കെ അവർക്ക് മറ്റുള്ള മെമ്പേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ എവല്യൂഷൻ വഴി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആനിമൽസ് തമ്മിൽ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് സോഷ്യൽ ഓർഗനൈസേഷനും സൊസൈറ്റീസും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ആർ ദർ. ഇൻസെക്ട്സിലുണ്ട്, പ്രൈമേറ്റ്സിലുണ്ട്, അല്ലേ, മങ്കീസ്, അതേപോലെ ഹണിബീസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി സോഷ്യൽ ഓർഗനൈസേഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. പോപ്പുലേഷൻ സൈസ്, ഏജ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതിൽ സെക്സ് റേഷ്യോ, എത്ര അഡൾട്ട്സ് ഉണ്ട്, എന്ത് തരം ഹാബിറ്റാറ്റിലാണ്, എത്രമാത്രം അബണ്ടൻ്റ് ആണ്, എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ ഫുഡ് അവൈലബിലിറ്റി, പ്രിഡേഷൻ പ്രഷർ, മേറ്റിംഗ് സിസ്റ്റം, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. രണ്ട് തരം സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്നിൻ്റെ പേര് അഗ്രിഗേഷൻ, മറ്റേതിൻ്റെ പേര് ട്രൂ സൊസൈറ്റി. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞൊരു ചാൻസ് ഗ്യാതറിംഗ് ആണ്. അതായത് ഒന്നുകിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ പ്രേനെ പിടിക്കാനും പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് ബൈസൺസ്, കാട്ടുപോത്തുകൾ, സീബ്ര, ക്യാരിബോ പോലെയുള്ള മാമൽസ് ഒക്കെ ഒരുമിച്ചൊരു കളക്റ്റീവ് ലൈഫ് ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ എൻവയോൺമെന്റൽ ഫാക്ടർ, ഒരു സോഴ്സ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റിന് ചുറ്റും, ഇപ്പോൾ ഉറുമ്പുകൾ അവരൊക്കെ ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്നത്, ഇൻസെക്റ്റുകൾ ഒരു സോഴ്സ് ഓഫ് ലൈറ്റിന് ചുറ്റും ഈയാമ്പാറ്റകളൊക്കെ ഗ്യാദർ ചെയ്യണമൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഒരു ചാൻസ് ഇവന്റ് ആണ്. അവർക്കൊരു ചാൻസ് കിട്ടിയാൽ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ടെമ്പററി ഫോർമേഷൻ മാത്രമാണ്. അതായത് ഏതൊരു മെമ്പറിനും ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം, ലീവ് ചെയ്യാം. അതുകൊണ്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസും ഇന്റർ റിലേഷൻഷിപ്സും ഒന്നും അവരുടെ ഇടയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. കണ്ടോ, ഈയാമ്പാറ്റകൾ, അതേപോലെ തന്നെ ക്യാരിബാവുകൾ, ബൈസൺ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ട്രൂ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി സ്റ്റേബിൾ ആണ്. അവർ ശരിക്കും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എവല്യൂഷൻ വഴി സോഷ്യൽ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ജീവികളാണ്. അവരുടെ ഇടയിൽ നല്ല ഇന്റർ റിലേഷൻ, ഇന്റർ ഡിപ്പെൻഡൻസ്, കോർഡിനേഷൻ, ഓർഡർലിനെസ് ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, ഒരു ലീഡർ ഉണ്ടായിരിക്കും, ടെറിട്ടോറിയാലിറ്റി ഉണ്ടാവും, പല പല ടെറിട്ടറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും, അതിൽ ഓരോരുത്തർ ഡോമിനേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അവരുടെ ഇടയിൽ അവരുടെ ജോലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഹണിബി കോളനിയിലും അതേപോലെ തന്നെ ടെർമൈറ്റ്സിന്റെ ഒക്കെ കോളനിയിൽ ജോലി ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും. ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ മറ്റു മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസുകൾ ചെയ്യും. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെയുള്ള ട്രൂ സൊസൈറ്റീസ്. അതിൽ പാരൻസും അവരുടെ കുട്ടികളും ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസിലായിരിക്കും, പെർമനന്റ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കില്ല മറ്റവരെ പോലെ. പിന്നെ നാച്ചുറൽ സെലക്ഷനും ഇത് ഫേവർ ചെയ്യുന്നുണ്ട്. എവല്യൂഷൻ വഴി ഇത് ഫേവർ ചെയ്ത് വരുന്ന ഒരു ബിഹേവിയർ ആണ് ഈ സൊസൈറ്റീസ്, ട്രൂ സൊസൈറ്റീസിന്റെ ഫോർമേഷൻ. കാരണം എന്താണ്, നേച്ചർ തന്നെ അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇത്തരം ബിഹേവിയറിനെ. എവല്യൂഷന്റെ സമയത്ത് ഇങ്ങനെയുള്ള ജീവികള് നേച്ചർ സെലക്ട് ചെയ്ത് അവരുടെ സർവൈവൽ കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താ, ഒരുമിച്ച് താമസിക്കുമ്പോൾ സർവൈവലിനും റീപ്രൊഡക്ഷനും ഒക്കെയുള്ള ചാൻസും സക്സസും ഒക്കെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് രണ്ട് തരം സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് ട്രൂ സൊസൈറ്റീസും മറ്റത് അഗ്രിഗേഷൻസും.